തുടക്ക സമയത്ത് നിരവധി പേർ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. അതാണ് ആദ്യം സംഭവിച്ചത്. അപ്പോഴും ഇതൊരു പാകിസ്ഥാൻ അവരുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയില്ല. ട്രൂ, വെരി ട്രൂ. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ സംഗതി എന്താണെന്നറിയോ വാജത്ത്. പാകിസ്ഥാൻ ആദ്യം മുതൽ അവർ പറഞ്ഞു വെച്ചത് ഇത് ഫ്രീഡം ഫൈറ്റേഴ്സാണ്, മുജാഹിദീൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയധികം ഫ്രീഡം ഫൈറ്റേഴ്സും ഇത്രയധികം മുജാഹിദീൻസും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഇവർ പലയിടത്തും വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ അത്യാഗ്രഹികളായിരുന്നു. ഇവർ 440 പിക്കറ്റുകൾ ഹോൾഡ് ചെയ്യായിരുന്നു. 140 പിക്കറ്റുകൾ ഓരോ ഫ്രണ്ടേജ് ഓഫ് 170 കിലോമീറ്റേഴ്സ്. 170 കിലോമീറ്ററിൻ്റെ ഫ്രണ്ടേജിൽ 140 പിക്കറ്റിൻ്റെ മീതെ ഇവർ വന്ന് ഓക്യുപ്പൈ ചെയ്യണം. അപ്പോൾ 140 പിക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടോളലിംഗ് ഫീച്ചർ എടുക്കുക. അപ്പോൾ ടോളലിംഗ് ഫീച്ചറിൻ്റെ മീതെ തന്നെ, അപ്പോൾ ടോളലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫീച്ചർ, അതിൻ്റെ മീതെ തന്നെ 16-20 സ്ഥലത്ത് ഇവർ പെന്നി പോക്കറ്റ്സിൽ ഇങ്ങനെ ഡിപ്ലോയ് ആയിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഇവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഇവർ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവർ മെല്ലെ വന്നിട്ടാണ് ഇവർ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് കുറേ ബാറ്റിൽ ഇൻഡിക്കേഷൻസ് കിട്ടും. ബാറ്റിൽ ഇൻഡിക്കേഷൻസ് കിട്ടുകയെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആർട്ടിലറിയുടെ ഡിപ്ലോയ്മെൻറ്റാണ്. കുറേ ആർട്ടിലറി യൂണിറ്റ്സിനെ അങ്ങോട്ടേക്ക് വരും. റോഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, കാരണം വെഹിക്കിൾസൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏരിയൽസൊക്കെ കൊണ്ടുവരിക. പിന്നെ പുതിയ ഇൻഫൻട്രി ബറ്റാലിയൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ലോജിസ്റ്റിക് വെഹിക്കിൾസ് ഇങ്ങോട്ട് വരിക. പിന്നെ കമാൻഡേഴ്സിൻ്റെ റെക്കി വരിക. ഹെലികോപ്റ്റേഴ്സിൽ കൂടെയുള്ള റെക്കി, അമ്യൂണിഷൻ ട്രെയിൻസ് ഇങ്ങനെ മൂവ് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടും. അപ്പോൾ പാകിസ്ഥാനികൾ എന്താ ചെയ്തത്? പുതിയ ഫ്രഷ് ട്രൂപ്സിനെ കൊണ്ട്. അപ്പോൾ ഇവർ നല്ലൊരു വില്ലത്തരം ചെയ്തു വരും. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ള ആൾക്കാരുണ്ടല്ലോ, ബോർഡർ ഏരിയയിൽ ആ ഭാഗത്തുള്ള ഈ NLI എന്ന് പറയുന്നത് നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രിയാണ്. ഈ NLIയിലുള്ള പട്ടാളക്കാർ മുഴുവൻ അവിടെയുള്ള ആൾക്കാരാണ്. പാകിസ്ഥാനിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഖൈബർ പഖ്തൂനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ബോർഡറിൽ ആണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ പോലെയുള്ള ക്ലോത്തിങ് വേണ്ട, അവർക്ക് അക്ലൈമറ്റൈസേഷനൊന്നും വേണ്ട. അപ്പോൾ അവരെയാണ് ഇവർ ഇൻഡക്റ്റ് ചെയ്തത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവർ പട്ടാളക്കാരാണ് മാറ്റു NLIക്കാർ. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻ പുഷ്തു എന്നൊക്കെ പറയുന്ന അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇവർ റേഡിയോയിൽ ഇത് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ മിലിറ്ററി കമ്മ്യൂണിക്കേഷനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇവർ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ ഈ ഭാഷ അറിയുന്ന ആരെങ്കിലും അവിടെ വേണ്ടേ? നമ്മളിതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ട്രെയിൻ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും. അപ്പോൾ അവർ ആ ഭാഷയിലാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവനും. അപ്പോൾ നമ്മളെങ്ങനെ അറിയുക? നമ്മൾ ഒന്നും അറിയില്ല. ഇവരാദ്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓക്കെ, പിന്നീട് ഇവിടെ റെഗുലർ പട്ടാളക്കാരാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത് മെയ് മാസം 27-ാം തീയതി ആയിരുന്നു. മെയ് മാസം 27-ാം തീയതി മുഷറഫ് അന്ന് ഇയാൾ ചൈനയിൽ പോയിരിക്കുന്നു, വിസിറ്റിന് പോയിരിക്കുന്നു. അതൊക്കെ വളരെ ടാക്ട്ഫുള്ളി ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ അവിടുത്തെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മുഹമ്മദ് അസീസ് ഖാൻ എന്നായിരുന്നു ആളുടെ പേര്, ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് അസീസ് ഖാൻ. അപ്പോൾ ഈ മുഹമ്മദ് അസീസ് ഖാനും മുഷറഫും തമ്മിലൊരു പഴയ ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും, ഇയാൾ ISIയുടെ ബോസായിരിക്കുമ്പോൾ ഇയാളുടെ നമ്പർ 2 ആയിരുന്നു ഈ മുഹമ്മദ് അസീസ് ഖാൻ. ഇയാൾ ചീഫായപ്പോൾ, അതായത് മുഷറഫ് ചീഫായപ്പോൾ മുഹമ്മദ് അസീസ് ഖാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ മുഷറഫ് ഉണ്ടല്ലോ, മുഷറഫ് ഈ മൊഹാജിർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പെട്ടാണ്. അപ്പോൾ അയാൾ ഈ എന്താ പറയുക, ഫൈറ്റിംഗ് മാർഷൽ റേസ് ഉണ്ടല്ലോ അതിലല്ല, 2 ഓഫീസേഴ്സിനെ സൂപ്പർസീഡ് ചെയ്തിട്ടാണ് ഈ ചങ്ങാതി ചീഫാവുന്നത്. സിയാച്ചിൻ ഗ്ലേഷ്യർ നമ്മൾ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഇൻസൾട്ട് അവർക്ക് എന്നുണ്ട്. 1971 അവർ വീണ്ടും ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ചോദിക്കണം എന്ന് ശപഥം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ. അതിനു മുമ്പ് ജിയാഉൽ ഹക്ക്. അപ്പോൾ അയാൾ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ അയാളുടെ ഞങ്ങൾ ഹിന്ദിയിൽ ചേല എന്ന് പറയും, ഒരു തരം ശിഷ്യൻ ഇൻ പ്രിൻസിപ്പിൾ
ആയിരുന്നു മുഷറഫ്. ഓക്കെ, അപ്പോൾ 27-ാം തീയതി മുഹമ്മദ് അസീസ് ഖാനും മുഷറഫും അതിൽ കരുതിക്കൂട്ടി പോയിരിക്കുകയാണ് അവിടെ, അതിൽക്ക് അന്ന് പോകേണ്ട ആവശ്യമില്ല. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇത് അതുവരെ നമുക്കിത് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ 27-ാം തീയതി, അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, 26-ാം തീയതി നമ്മളുടെ എയർഫോഴ്സ് പോയിട്ട് അവിടെ ആക്രമണം നടത്തിയ പരിപാടിയൊക്കെ ഉണ്ടായി. ഇതൊക്കെ ചെയ്യുമ്പോഴൊന്നും നമുക്കറിയില്ല ഇത് റെഗുലർ പട്ടാളക്കാരാണ്. അപ്പോൾ അവർ എത്ര സമർത്ഥമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി.